ഇപ്പോൾ 2014 ശേഷം BJP കേന്ദ്രത്തിലും കുറേ സംസ്ഥാനങ്ങളും അധികാരത്തിൽ വന്നതിന് ശേഷം ഉത്തരേന്ത്യയിൽ മാത്രമല്ല കേരളത്തിലും മുസ്ലിങ്ങൾക്കും ദളിത് വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങളും അത് പലതരത്തിലുള്ള ശാരീരിക അക്രമങ്ങൾ, ബലാത്സംഗങ്ങൾ, മറ്റു തരത്തിലുള്ള അവരുടെ വസ്തു കയ്യേറുക, അവരെ തൊഴിലിൽ നിന്ന് അവരെ പിരിച്ചുവിടുക, ഇത്തരത്തിലുള്ള ആട്രോസിറ്റീസ് വൻതോതിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരായ ഒരുപാട് നിയമങ്ങളുണ്ട്. അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ സാങ്കേതികമായി നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥം സംഭവിച്ചിരിക്കുന്നത് 2022 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട കണക്കനുസരിച്ച് അവർക്ക് ദളിതർക്കെതിരായ ആട്രോസിറ്റീസ്, പലതരത്തിലുള്ള ഫിസിക്കൽ, സൈക്കോളജിക്കൽ, സ്ത്രീകൾക്കെതിരായ റേപ്പ് ഉൾപ്പെടെയുള്ള ആട്രോസിറ്റീസ് വൻതോതിൽ ജാമിതീയമായി വർദ്ധിക്കുകയും എന്നാൽ ഈ അട്രോസിറ്റീസിൽ പ്രതികളാകുന്നവരെ ശിക്ഷിക്കുന്ന കൺവിക്ഷൻ റേറ്റ് കുറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണവും വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം ഈ മുസ്ലിം വിരോധം അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ആണ് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയിലെ മൊത്തം ഹിന്ദു ജനസംഖ്യയിൽ ഏതാണ്ട് 90-92% ആളുകളും ലോവർ കാസ്റ്റാണ്. പക്ഷേ ഈ ലോവർ കാസ്റ്റ് പോലും ഇന്ന് ഹിന്ദുക്കളാണെന്ന് പറയുന്നതിൻ്റെ, അല്ലെങ്കിൽ ഞാനൊരു ഹിന്ദുവാണ് എന്നൊരു ദളിതനോ ഈഴവനോ പുലയനോ പറയുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ശത്രുവായി മുസ്ലിമിനെ അപ്പുറത്ത് കാണുമ്പോൾ മാത്രമാണ് അവൻ പറയുന്നത്. അതേസമയം ഒരു പുലയനും നായരും മുഖാമുഖം നോക്കുമ്പോഴത്തേക്കിന് പുലയനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹിസ്റ്റോറിക്കൽ ഒപ്രസർ എന്ന് പറയുന്നത് പഴയ കാലത്തിലും ഇന്നും അവൻ്റെ ഒപ്രസർ എന്ന് പറയുന്ന നായരാണ്. പക്ഷേ ഈ നായരെ മറച്ചു വെച്ചുകൊണ്ട് അവൻ്റെ മുൻപിലേക്ക് ഒരു മുസ്ലിമിനെ പിടിച്ചു നിർത്തുമ്പോഴാണ് ഈ പുലയൻ പോലും ഹിസ്റ്റോറിക്കലി ഒപ്രസ്ഡ് ആയിരുന്ന നായന്മാരുടെയും നമ്പൂതിരിമാരുടെയും ഒപ്രഷനും ഹ്യൂമിലിയേഷനും തലമുറകളായി വിധേയമായിരുന്ന ജനവിഭാഗങ്ങൾ തെറ്റായ രീതിയിൽ നമ്മുടെ എനിമി മുസ്ലിമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. ഇങ്ങനെയാണ് ഇസ്ലാമോഫോബിയ ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്കറിയാം 2000-ന് ശേഷമാണ് ഇൻ്റർനാഷണൽ തലത്തിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന അമേരിക്കൻ സാമ്രാജ്യത്വം പടച്ചുവിട്ട ഇസ്ലാമാണ് ടെററിസം, അല്ലെങ്കിൽ ടെററിസം എന്ന് പറയുന്നത് മുസ്ലിംസ് ആണ് എന്നുള്ള ഒരു ഇൻ്റർനാഷണൽ ഇമ്പീരിയൽസ് പ്രചരണം തുടങ്ങുന്നത് തന്നെ ഈ ഒരു 25 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഇസ്ലാമോഫോബിയയുടെ, ഇസ്ലാം വിരുദ്ധതയുടെ കേന്ദ്രമെന്ന് പറയുന്നത് ഹിന്ദുയിസമാണ്. അതിൻ്റെ ഫൗണ്ടിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന് പറഞ്ഞ നോവലാണ്. 1882 പ്രസിദ്ധീകരിച്ച ആനന്ദമഠം നോവലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ, സവർണ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും ഹിന്ദുയിസത്തിൻ്റെയും ഒക്കെ തന്നെ ഫൗണ്ടേഷണൽ മൊമെൻ്റ് എന്ന് പറയുന്ന ഈ നോവലാണ്. ഈ നോവലിൽ 1882 പബ്ലിഷ് ചെയ്ത നോവലിൽ അതിന് 100 വർഷം മുമ്പ് ബംഗാളിൽ നടത്തിയ ഈ സവർണ ഹൈന്ദവ സന്യാസിമാർ മുസ്ലിം നവാബിനെതിരെ നടത്തിയ സമരത്തെ വെച്ചിട്ടാണ് ഈ നോവൽ അദ്ദേഹം എഴുതുന്നത്. ഈ നോവലിൽ അദ്ദേഹം ശത്രുവിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന മുസ്ലിങ്ങളെയാണ്, ബ്രിട്ടീഷുകാരെ അല്ല. കാരണം 82 ആകുമ്പോഴേക്ക് ഇന്ത്യ മുഴുവൻ ഏതാണ്ട് ബ്രിട്ടീഷ് ക്രൗഡിൻ്റെ കീഴിലായി കഴിഞ്ഞു, ബംഗാളുമായി കഴിഞ്ഞു, പൂർണ്ണമായി അവരുടെ സമ്പൂർണ്ണ ആധിപത്യമാണ്. പക്ഷേ ബ്രിട്ടീഷുകാരെ സഖ്യകക്ഷിയായിട്ടാണ് കാണുന്നത്. കാരണം ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ശത്രു എന്ന് പറയുന്നത്, ഇന്ത്യയിലെ സവർണരുടെ ശത്രു, ഒന്നാം നമ്പർ ശത്രു മുസ്ലിങ്ങൾ. പക്ഷേ ഈ നോവൽ അതേസമയം തന്നെ ബംഗാളിലെ അവർണ ജനവിഭാഗങ്ങൾക്ക്, ബംഗാളിലെ ദളിതർക്ക്, കാരണം ബംഗാളിലെ ദളിതർ അന്ന് അറിയപ്പെട്ടത് നാമശൂദ്രരെന്നാണ്. അന്നത്തെ ജനസംഖ്യ 40% നാമശൂദ്രരാണ്. നാമശൂദ്രർക്ക് യാതൊരു സാന്നിധ്യവുമില്ല, യാതൊരു ഏജൻസിയുമില്ല. അപ്പം ബംഗാളിലെ സവർണർ തോൽപ്പിക്കേണ്ട ശത്രുവിൻ്റെ സ്ഥാനത്തേക്ക് ബങ്കിം ചന്ദ്ര ചാറ്റർജി പിടിച്ചു നിർത്തിയത് മുസ്ലിങ്ങളെയാണ്. അങ്ങനെ അവരുടെ ഒരു സൈന്യം ഉണ്ടാക്കുകയാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ മദർ ഗോഡസ് ആക്കി ആദ്യമായിട്ട് ചിത്രീകരിക്കുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഈ മദർ ഗോഡസിന് RSSൻ്റെ ഇന്നത്തെ നമ്മൾ കാണുന്ന ഇന്ത്യയുടെ ഭൂപടത്തിൽ വലിയ ഒരു ഭാരത മാതാവിൻ്റെ ചിത്രം എന്ന് പറയുന്നത് അഭിനീന്ദ്രനാഥ രചിച്ച 1905 രചിച്ച ഒരു ചിത്രമാണ് ഇന്ത്യയുടെ മദർ ഗോഡസിൻ്റെ രൂപത്തിൽ ഇന്ത്യയെ ചിത്രീകരിക്കുന്ന, അല്ലെങ്കിൽ പുതിയ ദേശത്തെ ചിത്രീകരിക്കുന്ന പടം പോപ്പുലർ ആകുന്നത്. ഈ ഐഡിയ ആദ്യമായി ആവിഷ്കരിക്കുന്നത് ഇസ്ലാമാണ് ഇന്ത്യയുടെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ശത്രു എന്ന ആശയത്തിന് ബീജാപാപം ചെയ്തത് 1882. അന്ന് ലോകത്ത്, യൂറോപ്പിൽ പോലും ഇസ്ലാമിനെ അങ്ങനെ ലോകത്തിന് മുമ്പ് ശത്രുവായി കാണുന്ന ഒരു സമീപനം, ഒരു ആശയം അങ്ങനെ വേര് പിടിച്ചിട്ടില്ല. അപ്പം അതിനുശേഷം ബാലഗംഗാധര തിലകൻ, ഗാന്ധി, നെഹ്റു ഇവരിലൂടെയൊക്കെ തന്നെ ഈ പോപ്പുലറൈസ് ചെയ്യപ്പെട്ട, നാഷണലൈസ് ചെയ്യപ്പെട്ട ദേശീയ സങ്കല്പത്തിനും ഭാരതമാതാ സങ്കല്പത്തിനും അടിത്തറ പാകിയത് ഈ ബങ്കിം ചന്ദ്ര
ചാറ്റർജിയാണ്. ആ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഭാരത മാതാവ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇസ്ലാമിൻ്റെ ഘാതകയാണ്. ഒരു ഇസ്ലാം ഘാതകയായിട്ടാണ് ഭാരതമാതാവിനെ ബങ്കിം ചന്ദ്ര ചാറ്റർജി. അപ്പോൾ ആ മാതാവിൻ്റെ സന്താനങ്ങളായിട്ടാണ് പോരാ ഫൈറ്റേഴ്സിനെ അദ്ദേഹം ഈ നോവൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ടും അവർ പറയുന്ന ഓരോ മുസ്ലിം കുടികളിലും മുസ്ലിം ഗ്രാമങ്ങളും കടന്നു ചെന്ന് പുരുഷന്മാരെ മുഴുവൻ കൊല്ലുകയും മുസ്ലിം സ്ത്രീകളെ മുഴുവൻ റേപ്പ് ചെയ്യുകയും ചെയ്യണമെന്നാണ് പരസ്യമായി നോവലിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവസാന ചാപ്റ്റർ അവസാനിക്കുന്ന ഒരു ചോദിക്കുന്നത്, ഇനി നമുക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തുകൂടെ? അപ്പോൾ ഒരിക്കലും പാടില്ല, ബ്രിട്ടീഷുകാർ നമ്മുടെ സുഹൃത്തുക്കളാണ്. അതിന് അദ്ദേഹം പറയുന്നത്, നമ്മൾ ഇന്ത്യയിലെ ബ്രാഹ്മണരും സവർണരും ഈ ബ്രിട്ടീഷുകാരും ഒക്കെ തൊണ്ണൂറ് ആര്യ വംശത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മൾ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. ബ്രിട്ടീഷുകാർ കുറച്ചുകൂടി കുറച്ചു കാലം കൂടെ ഭരിച്ചോട്ടെ. നമ്മുടെ എനിമിയായിരുന്ന ഇസ്ലാമിനെ നമ്മൾ അനിഹിലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നമ്മൾ ഒന്നിച്ച് അവരോടൊപ്പം ചേർന്ന് ഭരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഭരണത്തിൽ നമ്മൾ കൂടുതൽ പങ്കാളിത്തം ചോദിക്കുകയാണ് വേണ്ടത് എന്നൊരു സമീപനമാണ്. അപ്പോൾ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രസങ്കല്പത്തിൽ, ഇന്ത്യൻ ദേശീയ സങ്കല്പത്തിൽ ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തിൽ അന്തർലീനമായ ഒരു ആശയവും ഒരു ഇവൻറ്റുമാണ് ഇസ്ലാമോഫോബിയ. അത് അടുത്ത കാലത്തുണ്ടായതാണ് എന്ന് നാം തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഇന്ത്യയിലെ ലോവർ കാസ്റ്റുകളുടെ ഇടയിൽ ഈ ഭരണഘടന വന്നതിന് ശേഷം OBC, SC, ST, സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ഒഫീഷ്യൽ ക്ലാസിഫയിങ് സിസ്റ്റം വന്നത് മൊത്തത്തിൽ ലോവർ കാസ്റ്റുകളെ പരസ്പര വിരുദ്ധ ചേരികളായി വിഭജിക്കുന്നതിലാണ് അത് കലാശിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് കേരളത്തിലെ ഈഴവരുടെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഈഴവർ സമീപകാലം വരെയും കേരളത്തിലെ അൺടച്ചബിൾ കാസ്റ്റ്, അയിത്ത ജാതിയായിരുന്നു, പൊല്യൂട്ടിംഗ് കാസ്റ്റായിട്ടാണ് ഔദ്യോഗികമായും പ്രാദേശിക ആചാരങ്ങളുടെ രംഗത്തുമൊക്കെ കരുതപ്പെട്ടിരുന്നത്. അപ്പോൾ അത് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്പൂതിരിയും നായരും കഴിച്ച് ബാക്കി എല്ലാവരും അൺടച്ചബിൾസാണ്. ഈ അൺടച്ചബിൾസിന് ഇടയിൽ അംബേദ്കർ പറഞ്ഞ പോലെ ഈ അൺടച്ചബിലിറ്റി തന്നെ ഗ്രേഡഡ് മാറ്റുന്നു. ഇപ്പോൾ പൊലയൻ 64 അടി ദൂരത്തിലാണ് നായരിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതെങ്കിൽ ഈഴവൻ 36 അടിയും ചിലയിടത്ത് 24 അടിയുമാണ്. പക്ഷെ അതിനർത്ഥം രണ്ടുപേരും അയിത്തമാണ്, പക്ഷേ അയിത്തത്തിൻ്റെ ഗ്രേഡഡ് അയിത്തമായി മാറുന്നു. കാരണം 64 അടി മാറി നിൽക്കേണ്ട പുലയനേക്കാൾ കൂടിയവനാണ് ഞാൻ എന്ന് ഈഴവനെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതിന് വേണ്ടി ഈ ബ്രാഹ്മണരും നായന്മാരും ഉണ്ടാക്കിയ ഒരു ഗ്രേഡഡ് അൺടച്ചബിലിറ്റിയാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ കാരണം. യഥാർത്ഥത്തിൽ അൺടച്ചബിലിറ്റിയുടെ വിക്ടിംസ് എന്ന നിലയ്ക്ക് എത്ര അടി മാറി നിന്നാലും ആ അടിയുടെ കാര്യം മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാ അൺടച്ചബിൾസും അൺടച്ചബിലിറ്റി വിക്ടിംസ് എന്ന നിലയ്ക്ക് ഒന്നിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഒന്നിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇവരുണ്ടാക്കിയ ഒരു സംവിധാനമാണ് മാറി നിൽക്കേണ്ട ഡിസ്റ്റൻസിൻ്റെ വ്യത്യാസം ഏറ്റക്കുറച്ചിൽ അടിസ്ഥാനത്തിൽ വീണ്ടും അവരെ വിഭജിക്കുന്ന തന്ത്രത്തിൻ്റെ കെണിയിൽപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അടുത്ത കാലത്ത് കേരളത്തിലെ പല ആളുകളും ഈ 1-2 തലമുറയായിട്ട് സംവരണത്തിലും മറ്റു ആനുകൂല്യങ്ങളിലൂടെ ഒരു സർക്കാർ ഉദ്യോഗങ്ങളും ഒരു മധ്യവർഗ ജീവിത ഈ രീതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകൾ ഞങ്ങൾ അയിത്തക്കാരോ അല്ലെങ്കിൽ അധസ്ഥിതരോ ഒന്നുമല്ല, ഞങ്ങളൊരു മിഡിൽ കാസ്റ്റ് ആയിരുന്നു എന്ന തെറ്റായ ഒരു തരത്തിലുള്ള ദുരഭിമാന ബോധത്തിൻ്റെ ആൾക്കാരായി മാറിയിട്ടുണ്ട്. ഇത് വാസ്തവത്തിൽ ഇവർക്ക് ചരിത്രപരമായിട്ട് ഈ അൺടച്ചബിലിറ്റിയുടെ അല്ലെങ്കിൽ കാണാൻ പാടില്ലാത്തതിൻ്റെ അല്ലെങ്കിൽ മറ്റേ സവർണ ജാതിയിൽപ്പെട്ടവരെ സമീപിക്കാൻ പാടില്ലാത്തതിൻ്റെ ഒക്കെ തന്നെ വിക്ടിംസ് ആയിരുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ചിന്തിക്കുന്നതിന് പകരം ഈ ഏതാണ്ട് 10-25 വർഷം മുമ്പ് വരെയുള്ള ഒരു 50 വർഷം മുമ്പ് വരെയുള്ള ഭൂതകാലത്തെ പോലും അവർ ഭയത്തോടെ നോക്കിക്കാണുകയും ഞങ്ങൾ സവർണരാണ് അല്ലെങ്കിൽ മിഡിൽ കാസ്റ്റ് മധ്യജാതിയാണ് എന്ന ഒരു ദുരഭിമാനത്തിൻ്റെ വക്താക്കളായി മാറിയിരിക്കുന്നു. ഇതിൻ്റെ കാരണം ഈ ഒന്ന് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്തിന് മറ്റു സ്ഥലങ്ങളിലും ഇപ്പോൾ കളേർഡ് പീപ്പിൾ, കറുത്തവരെ അവരുടെ ശരീരത്തിന് നിറം കൊണ്ട് തന്നെ മാർക്കറാണ്. പക്ഷേ ഇന്ത്യയിലെ ലോവർ കാസ്റ്റുകളെ സംബന്ധിച്ചുള്ള അങ്ങനെ ശാരീരികമായ പ്രത്യേകതകളൊന്നും അവരെ മാർക്ക് ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് ഈ അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിയത്. എന്നിട്ട് അൺടച്ചബിൾസ് ആളുകൾ വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെ, മുട്ടിന് താഴെ വസ്ത്രം വരാൻ പാടില്ല, സ്ത്രീകളാണെങ്കിൽ അരയ്ക്ക് മീതെ വസ്ത്രം ധരിക്കാൻ പാടില്ല, പിന്നെ അവരുടെ പേര്, അവർ ഉണ്ടാക്കുന്ന വീടുകൾ നിവർന്നു നിന്നാൽ തലമുട്ടുന്ന തരത്തിലായിരിക്കും വീടുണ്ടാക്കുന്നത്. അങ്ങനെ മനുഷ്യനെ നിർവചിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തമായ മാനദണ്ഡങ്ങളും വ്യത്യസ്തമായ രീതിയിലും വെച്ചുകൊണ്ട് മാർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഇവർ
പിന്നെ ഭാഷാപരവും അല്ലെങ്കിൽ പിന്നെ മറ്റു തരത്തിലുള്ള ജീവിത സംബന്ധവുമായൊക്കെ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് പേരിടുന്നത് കിടാവെന്നാണ്. കിടാവെന്ന് പറഞ്ഞാൽ പശുക്കിടാവെന്ന് നമ്മൾ പറയുന്ന പോലെയാണ്. മറ്റേത് പുത്രി എന്ന് പറയുന്നിടത്ത് കിടാവും കിടാത്തി എന്നാണ് പറയുന്നത്. അതുപോലെ കരിക്കാടി, ഭക്ഷണം, ചോറ് എന്ന് പറയുന്നിടത്ത് ഈ താഴ്ന്ന ജാതിക്കാരൻ ഈഴവരും പുലയരും എല്ലാം തന്നെ അവരുടെ ഭക്ഷണം, ആഹാരം, ചോറ് എന്ന് പറയാൻ അടുത്ത കാലം വരെ അവകാശമില്ലായിരുന്നു. അപ്പോൾ അതൊരു മാർക്കിംഗ് ആണ്. കാരണം നമ്പൂതിരി കഴിക്കുന്നത് ചോറാണെങ്കിൽ അല്ലെങ്കിൽ സദ്യയാണെങ്കിൽ പിന്നെ ഈ ഈഴവനും പുലയനും കഴിക്കുന്നത് കരിക്കാടിയാണ് അല്ലെങ്കിൽ കുപ്പമാടത്തിലാണ്. ഇല്ലത്തിലും മനയിലും അല്ലെങ്കിൽ നാലുകെട്ടിലുമാണ് ഈ മറ്റേ സവർണർ താമസിക്കുന്നതെങ്കിൽ ഉറങ്ങുന്നതെങ്കിൽ ഈ അയിത്ത ജാതിക്കാർ താമസിക്കുന്നത് കുപ്പമാടത്തിലാണ്, അല്ലെ ചെറ്റക്കുടിലാണ്. അതുതന്നെ വാസ്തവത്തിൽ നമുക്കിപ്പോൾ ഈ 15-ാം നൂറ്റാണ്ടിൽ പോലും വാസ്കോഡി ഗാമയുടെ സമയത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് കേരളത്തിൽ ഏറ്റവും അധികാരവും സമ്പത്തും ഉള്ള ഭരണാധികാരി എന്ന് പറയുന്നത് കോഴിക്കോട് സാമൂതിരിയാണ്. ഈ സാമൂതിരിയുടെ കൊട്ടാരത്തെക്കുറിച്ച് വാസ്കോഡി ഗാമ രേഖപ്പെടുത്തിയിട്ടുള്ള സാമാന്യം വിസ്തൃതമായ ചെളിമണ്ണും ഭിത്തിയും പുല്ലുമേഞ്ഞ ഒരു ചെറ്റക്കുടിലാണ് കേരളത്തിൽ ഏറ്റവും അധികാരമുള്ള സാമൂതിരിയുടെ കൊട്ടാരം എന്നതാണ്. അപ്പോൾ ഈ കേരളത്തിലെ രാജാക്കന്മാരും ഭരണാധികാരികളും ഫ്യൂഡലിസ്റ്റുകളും പോലും ഒരു 16, 17, 18 നൂറ്റാണ്ട് വരെയും കുടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഒക്കെ ഈ പുതിയ തരത്തിലുള്ള നിർമ്മിതികളൊക്കെ ഉണ്ടാകുന്നത് ഡച്ചുകാരും പോർച്ചുഗീസുകാരൊക്കെ വന്നതിന് ശേഷമാണ്. ഈ ഇഷ്ടികയും കല്ലും അതുപോലെ തടിയും ഒക്കെ ഉള്ള പടിത്തരങ്ങളിലൂടെയുള്ള കാണുന്ന നാലുകെട്ടുകളും മനകളും ഇല്ലങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് തന്നെ കഴിഞ്ഞ 200 വർഷത്തിന് മുന്നിലാണ്. അതിനു മുൻപ് കേരള വാസ്തു വിദ്യ എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാരീരികമായ പ്രത്യേകത കൊണ്ട് മാർക്കിങ്ങിന് സാധ്യതയില്ലാത്തതുകൊണ്ട് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ കാണക്കൂടായ്മ, അടുത്തുകൂടായ്മ, അത് തന്നെ ഇംഗ്ലീഷിലെ അൺടച്ചബിലിറ്റി കേരളത്തിലെ തീണ്ടൽ, അതുപോലെ തൊടിയിലുമുണ്ട്, തൊടാനും പാടില്ല. അത് അൺടച്ചബിലിറ്റിക്ക് മലയാളത്തിൽ തീണ്ടലാണ്, തൊടിയിൽ നിന്നാണ് പറയേണ്ടത്. തീണ്ടൽ എന്ന് പറയുന്നത് മറ്റേ സവർണ ജാതികൾക്ക് അടുത്ത് പോകരുത്. ഓരോരുത്തരും ഓരോ ജാതി അനുസരിച്ച് സ്കെയിൽ അനുസരിച്ച് വ്യത്യസ്തമായ അകലങ്ങൾ മാറി നിൽക്കണം. അംബേദ്കർ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പൂനെയിൽ റോഡിലൂടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ പോകുമ്പോൾ വേസ്റ്റിലൊരു ചൂല് കെട്ടിത്തൂക്കണം. കാരണം അവർ ചവിട്ടുന്ന മണ്ണിൽ ഉണ്ടാകുന്ന അശുദ്ധമായ മൺതരികൾ ഈ തൂത്തുമാറ്റുന്നതിന് വേണ്ടി, അതുപോലെ അവരുടെ തുപ്പൽ റോഡിൽ വീഴാതെ ഇരിക്കുന്നതിന് വേണ്ടി കഴുത്തിലൊരു മൺകുടം കെട്ടിത്തൂക്കണമായിരുന്നു. ഇങ്ങനെയാണ് മനുഷ്യർ കേരളത്തിലും ഇന്ത്യയിലും നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രത്തോളം ഭീകരവും ക്രൂരവും മനുഷ്യത്വരഹിതവുമായ ഹ്യൂമിലിയേഷനും ഓപ്പറേഷനും ഒക്കെ അനുഭവിച്ച മനുഷ്യർ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഈ നായരും നമ്പൂരി ഒഴിച്ചുള്ള ആളുകളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ മൃഗങ്ങളുടെ അസ്തിത്വം മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. ഇതാണ് ഈ അയിത്തം എന്ന് പറയുന്നത്. ഇതിലൊരു വിഭാഗം ആളുകൾ ഇന്ന് ഞങ്ങൾ മിഡിൽ കാസ്റ്റ് ആണ് എന്ന് ഉള്ള ദുരഭിമാനം വെച്ചു പുലർത്തുന്നത് ഒരുതരം ഹിന്ദു സവർണവൽക്കരണത്തിന് തുല്യമാണ്. ഇത് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ഒന്നിക്കേണ്ട മുഴുവൻ ലോവർ കാസ്റ്റുകളുടെ യൂണിറ്റിയെ തകർക്കുന്ന അല്ലെങ്കിൽ അടിയിൽ നിന്ന് തുരങ്കം വയ്ക്കുന്ന ഒരു തെറ്റായ ബോധമാണ് ഇത്തരത്തിലുള്ള ഈ മിഡിൽ കാസ്റ്റ് വാദം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും ഈ സഹോദരനെ ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ നായർക്ക് മുൻപിൽ വഴി മാറാതിരിക്കുന്നതിലല്ല വിപ്ലവം, പൊലയനെ വഴി മാറ്റാതിരിക്കലാണ് വിപ്ലവം. അപ്പോൾ കാരണം നായർക്കുടെ മുൻപിൽ വഴി മാറാതിരിക്കുന്നതിനെ പ്രതിഷേധിക്കുകയും അതിനെതിരായിട്ട് ഒരുപാട് സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതേസമയം അതേ ഈഴവർ തന്നെ തൻ്റെ പാതയിൽ നിന്ന് അല്ലെങ്കിൽ തൻ്റെ കൺവട്ടത്ത് നിന്ന് പൊലയരെ മാറ്റിക്കുകയും ചെയ്യുന്ന ഒരു വിരോധാഭാസത്തെക്കുറിച്ചാണ് സഹോദരയ്യപ്പൻ പറഞ്ഞത്. അപ്പോൾ സഹോദരയ്യപ്പനെയും നാരായണഗുരുവിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈഴവരും പൊലയരും കുറവരും നായാടികളും ഒന്നും ഒരു വ്യത്യാസമില്ലാത്തവണ്ണം ജാതി അടിമകൾ മാത്രമാണ്. ആ ജാതി അടിമയുടെ ഗ്രേഡിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം, ഡിഗ്രിയിലാണ് വ്യത്യാസം, കൈൻഡിലൊരു വ്യത്യാസവുമില്ല. അപ്പോൾ ഇത് ഈ സമീപകാലത്ത് ഈഴവരിൽ അടുത്ത കാലത്ത് തന്നെ വെള്ളാപ്പള്ളി നടേശൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വളരെ അങ്ങേയറ്റം ഇസ്ലാമിക വിദ്വേഷം കൊണ്ട് ജ്വലിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. മലപ്പുറം ജില്ലയിൽ എൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകളെല്ലാം പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് അവർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് പണ്ട് മലപ്പുറം ജില്ലയുടെ രൂപീകരണ കാലം തൊട്ട് തന്നെ RSSഉം സവർണരും മലപ്പുറം ജില്ല മുസ്ലിം ജില്ലയാണ് അല്ലെങ്കിൽ പാകിസ്ഥാനാണെന്നൊക്കെ പറയുന്ന അതേ പ്രചരണമാണ് വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ ആലോചിക്കേണ്ടത്, കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പ്രദാനം ചെയ്യുന്ന സംഘടന, വെള്ളാപ്പള്ളി നടേശൻ നേതാവായിരിക്കുന്ന സംഘടന, അതിൻ്റെ രൂപീകരണം തൊട്ട് നടത്തിയിട്ടുള്ള സമരങ്ങൾ ആർക്കെതിരായിരുന്നു?
മുസ്ലിങ്ങൾക്കെതിരായിരുന്നു. ഈഴവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസവും മാറുമറിക്കാനുള്ള അവകാശവും ഒക്കെ നിഷേധിച്ചത് മുസ്ലിങ്ങളായിരുന്നു എന്ന ചോദ്യത്തിന് വെള്ളാപ്പള്ളി നടേശൻ മറുപടി പറയേണ്ടതാണ്. വൈക്കത്ത് സമരം നടത്തിയത് മുസ്ലിങ്ങൾക്കെതിരായിരുന്നു. വൈക്കത്ത് ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകൾ കൂടെ നടക്കാൻ പാടില്ല എന്ന വിധി കൽപ്പിച്ചിരുന്നത് മുസ്ലിങ്ങളാണോ? തിരുവനന്തപുരം കമ്പോളത്തിൽ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തെ അശുദ്ധപ്പെടുത്തുമെന്ന് എന്ന കാരണത്താൽ ക്ഷേത്രത്തിൻ്റെ എത്രയോ കിലോമീറ്ററിനപ്പുറത്ത് 1930കളിൽ മുറജപം നടക്കുന്ന സമയത്ത് ഒരു അഡ്വക്കേറ്റ് കൊല്ലത്ത് മയ്യനാട്ടുകാരനായ ഒരു ഈഴവ അഡ്വക്കേറ്റ് ബഞ്ചൂരിലുള്ള കോടതിയിൽ അദ്ദേഹം കേസ് നടത്താൻ വന്നു എന്നറിഞ്ഞിട്ട് പോലീസുകാർ അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് പോലീസ് ജീപ്പ് കയറ്റി സ്വീകാര്യത്ത് കൊണ്ട് ഇറക്കി വിടുകയാണ്. ഇനി മുറജപം കഴിഞ്ഞ് മാത്രമേ ഇവിടെ കറ്റാവൂ. അപ്പോൾ ഇത്തരത്തിലുള്ള അതിക്രൂരവും മാനവിക വിരുദ്ധവുമായ അപമാനങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും ഒക്കെ വിധേയമായ ഈഴവ ജനതയുടെ യഥാർത്ഥ എനിമി മുസ്ലിങ്ങളല്ല എന്ന യാഥാർത്ഥ്യം വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ, ഈ ഇസ്ലാമോഫോബിയ പരത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതാണ്. ഈഴവരുടെയും ദളിതരുടെയും ആദിവാസികളുടെയും ഒക്കെ എനിമി എന്ന് പറയുന്നത് ഇവിടുത്തെ സവർണ ന്യൂനപക്ഷമാണ്. ആ വസ്തുത മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ എന്തുകൊണ്ടാണ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു അപരൻ അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ശത്രു ഇന്ത്യയിലുണ്ടായത്? അത് കാരണം ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമയത്തും 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിലും 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലും ഈ പഴയതുമാതിരി ധർമ്മവും കർമ്മവും ആചാരങ്ങളും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ ജാതി സവർണ മേധാവിത്വം നിലനിർത്താൻ കഴിയില്ല എന്ന സ്ഥിതി വന്നു ബ്രിട്ടീഷ് ഭരണം കൊണ്ട്. കാരണം വോട്ടെടുപ്പ് സമ്പ്രദായം വന്നു, നിയമസഭകൾ വന്നു, എക്സിക്യൂട്ടീവ് വന്നു, ജുഡീഷ്യറി വന്നു, ട്രെയിൻ വന്നു, വ്യവസായങ്ങളൊക്കെ വന്നപ്പോഴത്തേന് ആധുനിക നിയമ സംവിധാനങ്ങളിലൂടെ മാത്രമേ പുതിയ കാലത്ത് സവർണ മേധാവിത്വം നിലനിർത്താൻ കഴിയൂ എന്ന് സവർണർക്ക് ബോധ്യമായി 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളോടെ. അപ്പോഴാണ് സംഖ്യാബലം ന്യൂമറിക്കൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സവർണർക്ക് ഒരു പ്രധാന വെല്ലുവിളിയായി മാറി. കാരണം അവരുടെ മാത്രം ഈ ബ്രാഹ്മണ ക്ഷത്രിയ ബനിയന്മാർ സംഖ്യ എടുത്തു കഴിഞ്ഞാൽ 10% താഴെയുള്ളൂ. ഈ സംഖ്യ കൊണ്ട് അവർക്ക് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ കഴിയില്ലെന്ന് അവർക്ക് ബോധ്യമായി. അങ്ങനെയാണ് ഈ അവർണരെ കൂടി ഉൾപ്പെടുന്ന ദളിതരെയും ഈഴവരെയും ചമറുകളെയും ഒക്കെ ബാഹ്യമായി ഉൾപ്പെടുന്ന ഒരു ഹിന്ദുയിസത്തിന് രൂപം കൊടുക്കാൻ അവർ ഉള്ളൊരു പദ്ധതി ഉണ്ടാക്കി. അത് ഹിന്ദു ഹോക്സാണ്, ഇല്ലാത്ത ഒരു സാധനം, ഒരു തട്ടിപ്പാണ്. കാരണം ഹിന്ദുക്കളെ ഒരു ഭൂരിപക്ഷം, ഹിന്ദു എന്ന് പറയുന്ന മെജോറിറ്റി ആണ് ഇന്ത്യയിലെ മതം, ഹിന്ദു വിശ്വാസം എന്ന് പറയുന്നത് മെജോറിറ്റികളുടെ വിശ്വാസമാണ് എന്ന ഒരു കള്ളത്തരം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഈ ഹിന്ദുയിസം എന്നുള്ള ആശയത്തിന് പ്രചാരം നൽകിയത്. ആദ്യം ഹിന്ദു എന്നുള്ള വാക്ക് മ്ലേച്ഛ പദമാണ്, വിദേശവാക്കാണ്, അത് സ്വീകരിക്കാൻ പാടില്ല. ആര്യമതം, ബ്രാഹ്മണ മതം, വൈദിക മതം, ശാക്തേയ മതം എന്നൊക്കെയായിരുന്നു 10ാം നൂറ്റാണ്ട് അവസാനം പോലും ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ 20ാം നൂറ്റാണ്ടിൽ ഹിന്ദു എന്നുള്ള വാക്കിന് ഔദ്യോഗിക രേഖകളിലൊക്കെ പ്രചാരം കിട്ടിയതോടെ ഹിന്ദുയിസത്തെ ഇവിടുത്തെ ബ്രാഹ്മണൻ്റെയും ക്ഷത്രിയൻ്റെയും ബനിയയുടെയും ശൂദ്രൻ്റെയും ദളിതൻ്റെയും ഈഴവരുടെയും ഒക്കെ തന്നെ പൊതുവായ മതത്തിൻ്റെ സ്ഥാനത്തേക്ക് വ്യാജമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു കോൺസ്പിറസിയാണ് യഥാർത്ഥത്തിൽ ഹിന്ദുയിസത്തെ ഇൻവെൻറ്റ് ചെയ്തത്. അപ്പം അങ്ങനെ അതുവരെ ബ്രാഹ്മണനും ദളിതനും അല്ലെങ്കിൽ നായരും ഈഴവനും രണ്ട് ധ്രുവങ്ങളിലായി നിന്ന വിഭാഗങ്ങളായിരുന്നുവെങ്കിൽ, രണ്ട് ശത്രു ചേരികളിൽ നിന്നുകൊണ്ട് പരസ്പരം മത്സരിച്ചിരുന്നവരായിരുന്നുവെങ്കിൽ, ഈ ഹിന്ദു നിർമ്മിതി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അല്ലാത്ത മൂന്നാമതൊരു ശത്രു, മൂന്നാമതൊരു അതർ വേണ്ടി വന്നു. ഈ അതറാണ് സവർണരുണ്ടാക്കിയെടുത്ത ബ്രാഹ്മണനെയും ഈ ദളിതനെയും ഈഴവൻ്റെയും ഒക്കെ മുൻപിൽ പിടിച്ചു നിർത്തിയ ഒരു വ്യാജമായ അപരനും വ്യാജമായ ശത്രുബിംബവുമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയിലെ 90% വരുന്ന ലോവർ കാസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്ലാമിനോട് യാതൊരു ശത്രുതയും തോന്നേണ്ട കാര്യമില്ല. കാരണം ഇസ്ലാമിൽ തന്നെ 90% താഴ്ന്ന ജാതികളിൽ നിന്ന് കൺവെർട്ട് ചെയ്തവരാണ്. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ മതങ്ങളിൽപ്പെട്ട സർവ്വ മതസ്ഥിലെയും 90% ആൾക്കാരും താഴ്ന്ന ജാതികളിൽ നിന്ന് കൺവെർട്ട് ചെയ്തവരാണ്. ഇവരെല്ലാം തമ്മിൽ ഐക്യമാണ് ഉണ്ടാക്കേണ്ടത്. അതിന് പകരം ഈ ഇസ്ലാമാണ് ഇന്ത്യയിലെ താഴ്ന്ന ജാതിക്കാരുടെയും ബ്രാഹ്മണൻ്റെയും ക്ഷത്രിൻ്റെയും ഒക്കെ തന്നെ അധപ്പതനത്തിന് കാരണം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നതിന് തന്നെ കാരണം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ ഗ്ലോറിയസ് പാസ്റ്റിൽ നിന്ന് ഇന്ത്യ ഡിക്ലൈൻ ചെയ്തതിന് കാരണം ഇസ്ലാമിക ഭരണമാണ്, മുഗൾ ഭരണമാണ് എന്നൊക്കെയുള്ള വ്യാജ ചരിത്ര പ്രസ്താവനകളിലൂടെയാണ് ഇസ്ലാമിനെ ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യ തൊട്ട് തന്നെ അതറിൻ്റെ സ്ഥാനത്ത് വയ്ക്കുകയും ഈ താഴ്ന്ന ജാതികളെ കൊണ്ടുപോലും അത് വിശ്വസിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ശത്രു ഇസ്ലാമാണ്, ഞങ്ങളുടെ അതർ എന്ന് പറയുന്നത് ഇസ്ലാമാണ് എന്ന ഒരു വികലമായ അപകടകരമായ ഒരു 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 ചരിത്രബോധത്തിലേക്ക് ആളുകളെ എത്തിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്
ഈ അടുത്ത ദിവസങ്ങളിൽ വെള്ളാപ്പള്ളി നടേശനിൽ നിന്നുണ്ടായ ഈ പ്രസ്താവന യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമിനെ അതിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതിലൂടെ ഈ ഇന്ത്യയിലെ സമ്പത്തിൻ്റെ 60% ഏതാണ്ട് രാഷ്ട്രീയാധികാരം പൂർണ്ണമായും തട്ടിയെടുത്തിരിക്കുന്ന ഈ 6-7% വരുന്ന ബ്രാഹ്മണ ക്ഷത്രിയ ബനിയന്മാർ, ഇന്ത്യയിലെ മൊത്തം സമ്പത്തിൻ്റെ 60% തട്ടിയെടുത്തിരിക്കുന്ന ഈ ബ്രാഹ്മണ ക്ഷത്രിയ ബനിയ എന്ന് പറയുന്ന സവർണ ന്യൂനപക്ഷം ഈ ഭൂരിപക്ഷത്തിൻ്റെ ശത്രുസ്ഥാനത്ത് നിന്ന് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുകയാണ്. അവർ രക്ഷകരായി മാറുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ കുറ്റവിമുക്തരായി മാറുന്നു. യഥാർത്ഥത്തിൽ സമ്പദ് മോഷണത്തിൻ്റെ, സമ്പദ് കൊള്ളയുടെ, അധികാര കവർച്ചയുടെയൊക്കെ തന്നെ പ്രതിസ്ഥാനത്ത് പ്രതിപട്ടികയിൽ വിചാരണ ചെയ്യപ്പെടേണ്ട ഈ സവർണ ന്യൂനപക്ഷത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു തന്ത്രത്തിൻ്റെ, സവർണർ തന്നെ ആവിഷ്കരിച്ച തന്ത്രത്തിൻ്റെ പ്രയോക്താക്കളും വ്യക്താക്കളുമായി മാറുന്നത് മിക്കപ്പോഴും ഈ അവർണരാണ് എന്നതാണ് ഏറ്റവും ദയനീയമായ ഒരു കാര്യം. അല്ല, ഈ നാരായണഗുരു 1888 അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ടുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പലരും പിന്നീട് ഈ ക്ഷേത്രപ്രവേശനവാദമൊക്കെ SNDPയും ഈഴവ സമുദായത്തിലുള്ള പല ആളുകളും ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യം ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ നാരായണഗുരു ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വേണ്ടി ഒരിക്കലും വാദിച്ചിട്ടില്ല. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് ബദക്ഷേത്രം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ആര്യപ്പുറത്ത് തുടങ്ങി ഏതാണ്ട് 60-ലധികം ക്ഷേത്രങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അദ്ദേഹം ക്ഷേത്രം ഈഴവർക്ക് വേണ്ടി ആരാധന നടത്തുന്നതിനുള്ള ബദർ ക്ഷേത്രം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അല്ലാതെ സവർണ ക്ഷേത്രങ്ങളെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അതിന് മുന്നേ പോയി ധർണ നടത്തുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിവേദനങ്ങൾ കൊടുക്കുകയോ ചെയ്യുന്ന ഒരു സമീപനത്തിന് നാരായണഗുരു എതിരായിരുന്നു. അദ്ദേഹം 1909 മിതവാദിയിൽ ഒരു അറിയിപ്പ് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ അന്യരുടെ ദേവാലയങ്ങളിൽ പോയി പണം ദുർവ്യയം ചെയ്യരുത്, അവരുടെ പ്രാകൃതമായ ആചാരങ്ങളിൽ പങ്കെടുക്കരുത്. അന്യരുടെ എന്ന് പറഞ്ഞാൽ സവർണരുടെ ക്ഷേത്രങ്ങളിൽ ഈഴവർ പോകരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ക്ഷേത്രങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ തന്നെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ക്ഷേത്രങ്ങളെ പിന്നീട് 17 അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കി, ഇനി ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, ക്ഷേത്രങ്ങൾ മനുഷ്യരെ ഒന്നിപ്പിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ ക്ഷേത്രങ്ങൾ ഒന്നിപ്പിക്കുന്നതിന് പകരം ആളുകളെ വിഭജിക്കുകയാണ്. ഇപ്പോൾ അത് വവ്വാരുമൊക്കെ വന്ന് ഇരിക്കുന്ന വൃത്തികെട്ട സ്ഥലങ്ങളായി മാറുന്നു. അപ്പോൾ എല്ലാ ക്ഷേത്രത്തോട് സമയവും വായനശാല, പഠനക്കളരികൾ, മറ്റ് വിനോദ കേന്ദ്രങ്ങളൊക്കെ വേണം എന്നതായിരുന്നു നാരായണഗുരുവിൻ്റെ വ്യത്യസ്തമായ ക്ഷേത്ര സങ്കല്പം. ഇപ്പോൾ അരിവിപ്പുറത്ത് തന്നെ അദ്ദേഹം എഴുതി വെച്ചത് ഓം നമഃ ശിവായ അങ്ങനെയൊന്നും അല്ല അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത്. സവർണക്ഷേത്രങ്ങൾ കാണുന്നത് പോലെ അവിടെ എഴുതി വെച്ചത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ മനുഷ്യരെല്ലാം സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സെക്കുലർ പ്ലേസിൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ ജാതിഭേദവും മതദ്വേഷമില്ലാതെ ഫ്രറ്റേണിറ്റി ഉണ്ടാകുന്ന സ്ഥലം എന്ന് പറയുന്നത് സെക്കുലർ പ്ലേസാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അരിവിപ്പുറം പ്രതിഷ്ഠയെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ വ്യാഖ്യാനിക്കേണ്ടിയിരുന്ന ഒരേ സമയം ക്ഷേത്രപ്രതിഷ്ഠയും ക്ഷേത്രദംസനവുമാണ് നാരായണഗുരു നടത്തിയത്. അപ്പോൾ അതിന് പകരം ആ അതിൽ അന്തർലീനമായിട്ടുള്ള ക്ഷേത്രദംസനം എന്ന് പറയുന്ന ആശയത്തെ മറക്കുകയും നാരായണഗുരുവിൻ്റെ സ്ഥാപനങ്ങളെ ഒരു മതാത്മകവും ആത്മീയവുമായ പ്രവർത്തനമാക്കി ഒരു വളരെയധികം അദ്ദേഹത്തിന് അനുയായികൾ മനസ്സിലാക്കുകയും പിന്നീട് അദ്ദേഹത്തെ ഒരു ആത്മീയ ആചാര്യനെ ഇപ്പോൾ ദൈവമാക്കി മാറ്റി അദ്ദേഹത്തിന് അനുയായികൾ മാറ്റുകയും ചെയ്തതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ വിമർശത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം യഥാർത്ഥത്തിൽ ആദ്യകാലത്ത് പോലും ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നതിന് വലിയ താല്പര്യം പ്രകടിപ്പിച്ച ആളല്ല. അതിനെക്കുറിച്ച് നാരായണഗുരു പറഞ്ഞത്, ക്ഷേത്രം വേണ്ട എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബോധത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് അത് സ്വീകാര്യമാകണമെന്നില്ല, അവർ സ്വയം ക്ഷേത്രങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി ക്ഷേത്രം ഉണ്ടാക്കി കൊടുത്തത്. അത് എൻ്റെ ബോധ്യം കൊണ്ടല്ല, അപ്പോൾ നാരായണഗുരുവിൻ്റെ ബോധ്യം കൊണ്ടല്ല. ക്ഷേത്രം വേണമെന്ന് പറയുന്ന ഈ സവർണർ അടിച്ചേൽപ്പിച്ച അന്ധകാരത്തിലും ഇഗ്നറൻസിലും കിടക്കുന്ന ആളുകളെ അടുപ്പിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ ചില ഡിമാൻഡുകൾ അംഗീകരിച്ച് കൊടുക്കണം. പക്ഷേ അതിൻ്റെ ഭാവിയിൽ ഇങ്ങനെ കോൺസിക്വൻസ് ഇതായിരിക്കും, അവർ ക്ഷേത്രജീവികളായി മാറും. അങ്ങനെ ക്ഷേത്രത്തിൽ പോകുന്നതോടെ ഈ അവർണരെ പോലെ ചിന്തിക്കുന്ന ആളുകളായി മാറുമെന്ന ഭാവി പ്രത്യാഘാതത്തെക്കുറിച്ച് നാരായണഗുരു ചിന്തിച്ചിരിക്കാൻ ഇടയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നേരത്തെ ചോദിച്ച ഈ സമീപകാലത്ത് ഈഴവരിലും ഒക്കെ വരുന്ന വൻതോതിൽ വർദ്ധിച്ച അപായകരമെന്ന് നമുക്ക് തോന്നാവുന്ന ഹൈന്ദവവൽക്കരണത്തിൻ്റെ ഒരു പ്രധാന ഫൗണ്ടേഷണൽ മൊമെൻ്റ് എന്ന് പറയുന്ന ക്ഷേത്രപ്രവേശനം വിളംബരമാണ്. കാരണം 1936 വരെ കുറേ ഈഴവർ ക്ഷേത്രപ്രവേശനത്തിന് വാദിച്ചു. പക്ഷേ ഇതൊരിക്കലും ലഭിക്കാനിടയില്ല എന്ന് മനസ്സിലാക്കിയ ആളുകൾ വൻതോതിൽ മതപരിവർത്തനത്തിന് വേണ്ടി വാദിച്ചു. CV കുഞ്ഞിരാമൻ ഈ മാരാമൺ കൺവെൻഷനിലെ കേരളത്തിലെ ഈഴവരെല്ലാവരും ക്രിസ്തുമതത്തിലേക്ക് എന്ന് പറഞ്ഞ ഒരു വലിയ ലഘുലേഖ ലക്ഷക്കണക്കിന് കോപ്പി ചിലവായി. പിന്നെ മിതവാദി കൃഷ്ണൻ, ഇങ്ങനെ വലിയ തോതിൽ നാരായണഗുരു ജീവിച്ചിരിക്കുമ്പോഴും അതിനുശേഷമൊക്കെ തന്നെ ഈ മതത്തിൽ നിന്നുകൊണ്ട് കാര്യമില്ല. സഹോദരൻ ഇപ്പം പറഞ്ഞ ഇത് കെട്ട മതമാണ്, ഈ കെട്ട മതം വിടണം നന്മ വരാൻ.
അപ്പം അങ്ങനെ കേരളത്തിൽ ഈഴവർ ഒന്നടങ്കം മറ്റേതെങ്കിലും മതം, ഇസ്ലാം മതമോ ക്രിസ്തു മതമോ ബുദ്ധമതമോ എല്ലാം സ്വീകരിക്കുമെന്ന് എന്ന പ്രചരണം എന്ന ഒരു വലിയ വെല്ലുവിളിയായപ്പോഴാണ് കേരളത്തിലെ സവർണ ശക്തികൾക്കും, പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ സിപ്പിക്കൊക്കെ മനസ്സിലായി ഈഴവർ മതം മാറിക്കഴിഞ്ഞാൽ നായരും നമ്പൂതിരിയും പിന്നെ മൈനോറിറ്റി ആയിരിക്കും, അവർക്ക് ആധിപത്യം ഉണ്ടാക്കാൻ പറ്റില്ല, കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈഴവരെയും താഴെ ഈ ദളിത് സമൂഹത്തെയും ആദിവാസികളെയും ഹിന്ദു വലയത്തിനകത്ത് തന്നെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി സവർണർ കണ്ടുപിടിച്ച ഒരു കോൺസ്പിറസിയാണ് ക്ഷേത്രപ്രവേശനം. അതിൻ്റെ ഫലം എന്നത് ഒരേ ക്ഷേത്രത്തിൽ ആരാധന നടത്തുന്ന ആളുകൾ എന്നുള്ളതായിരിക്കും നമ്മളൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മളൊരു മതത്തിൽപ്പെട്ടവരാണ് എന്ന് പറയുന്ന ഒരു വ്യാജബോധം നമ്പൂതിരിയിൽ നിന്നും, നമ്പൂതിരിക്കും നായർക്കും ഈഴവനും പുലയർക്കും കുറവനും ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് ക്ഷേത്രപ്രവേശനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ക്ഷേത്രപ്രവേശനമാണ് ഇന്ത്യയിലെ ഹൈന്ദവവൽക്കരണത്തിന് തുടക്കം കുറിച്ച ഒരു ഹിസ്റ്റോറിക്കൽ മൊമെൻ്റ് എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. അത് ഇപ്പോൾ ഈഴവരും ദളിതരും യഥാർത്ഥത്തിൽ തങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ ഹിന്ദു എന്ന് പറയുന്ന മുദ്ര സ്വന്തം കഴുത്തിൽ തങ്ങളെ കൊല്ലാനുള്ള കഴിവഴമാണ്, കൊലക്കയറാണെന്ന യാഥാർത്ഥ്യമാണ്. ഇതൊരു മാലയല്ല, ഇത് ആഭരണമല്ല. ഈ ഹിന്ദുയിസം, ഹിന്ദു മുദ്ര, ഹിന്ദു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഈ തങ്ങളുടെ കൊലക്കയറാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഹിന്ദുയിസത്തെയും ഹിന്ദു ബോധത്തെയും എത്ര പെട്ടെന്ന് അവർ വലിച്ചെറിയുന്നു അത്രത്തോളം അവർക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് സഞ്ചരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ അംബേദ്കർ ചിന്ത ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ ഈ പുതിയ കാലഘട്ടം ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ പ്രയോഗത്തിന് നാം മാതൃകയാക്കേണ്ടത് കാഞ്ചിറാമിനെയാണ്. കാഞ്ചിറാം ഫിലോസോഫിക്കലി അംബേദ്കറീസ് തന്നെയാണ്. പക്ഷേ പുതിയ കാലഘട്ടം കാഞ്ചിറാം വ്യക്തമായി പറയും, ഇന്ന് ഇവിടുത്തെ മുഴുവൻ ഈ അൺടച്ചബിൾ കാസ്റ്റ് അല്ലെങ്കിൽ ലോവർ കാസ്റ്റുകൾ മുന്നിലുള്ള പ്രധാന പ്രശ്നം പൊളിറ്റിക്കൽ പവറാണ്. ഇപ്പോൾ സംവരണം, പ്രാതിനിധ്യം, ഇതൊക്കെ തന്നെ താൽക്കാലികമായ റിലീഫാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് രാഷ്ട്രീയ അധികാരം കിട്ടുന്നത് വരെ ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്താം. പക്ഷെ ഒരിക്കലും ഈ സംവരണവും പ്രതിദാനവുമാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം, നമ്മുടെ എൻഡ് എന്ന വാദത്തെ ഈ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ അതിൻ്റെ ന്യൂനത ഏറ്റവും കൂടുതൽ വ്യക്തമാക്കി അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്തത് കാഞ്ചിറാമാണ്. ഇവിടുത്തെ പിന്നോക്ക ജാതികൾ, ലോവർ കാസ്റ്റുകൾ, എല്ലാ വിവിധ അയിത്തജാതികൾ തമ്മിൽ സാമ്പത്തിക സ്ഥിതിയുടെ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, സ്വത്തുടമസ്ഥരുടെ കാര്യത്തിലൊക്കെ വ്യത്യാസമുണ്ട്. അതൊന്നുമല്ല, പക്ഷേ ഇവരെല്ലാം തന്നെ അധികാരം നിഷേധിക്കപ്പെട്ടവരാണ്. ഇപ്പോൾ കേരളത്തിലെ ഈഴവർ ഒരു വിഭാഗം കേരളത്തിലെ ദളിത് വിഭാഗങ്ങളെക്കാൾ സാമ്പത്തികമായും ഉയർന്നു നിൽപ്പുണ്ട്, ദളിത് വിഭാഗങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർക്കുണ്ട്. പക്ഷേ ഈ രണ്ടു പേർക്കും ഒരുപോലെ നിഷേധിക്കപ്പെട്ടതാണ് രാഷ്ട്രീയാധികാരം. ഈഴവർക്ക് 100% പൊളിറ്റിക്കൽ പവർ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു, ദളിതർക്ക് 100% പൊളിറ്റിക്കൽ പവർ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു, മൈനോറിറ്റികൾക്ക് 100% പൊളിറ്റിക്കൽ പവർ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വിഭവങ്ങളുടെ ഉടമസ്ഥതയിലും വിദ്യാഭ്യാസത്തിൻ്റെ നേടിയെടുക്കാൻ കഴിഞ്ഞതിലും ഒക്കെ തന്നെ അന്തരങ്ങളുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയ അധികാര നിഷേധത്തിൻ്റെ കാര്യത്തിൽ ഒരേപോലെ വിക്ടിംഹുഡ് പേറുന്നവരാണ് ഈ മുഴുവൻ ദളിത് അയിത്തജാതികളും മുസ്ലിം മൈനോറിറ്റീസും. അതുകൊണ്ട് ഈ 100% രാഷ്ട്രീയ അധികാരത്തിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് 100% ഈ ആട്ടിയോടിക്കപ്പെട്ട ജനത എന്നുള്ള നിലയ്ക്ക് പൊളിറ്റിക്കൽ പവർ, ഞങ്ങളാണ് ഈ നാട് ഭരിക്കേണ്ടത്, ഞങ്ങളാണ് ഈ നാട്ടിലെ ഭൂരിപക്ഷം എന്ന ബോധം ആണ് ഇവരെ പുതിയ കാലഘട്ടത്തിൽ ഒന്നിപ്പിക്കേണ്ട മാനദണ്ഡം എന്നാണ് നോക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പല ആളുകളും നമ്മളുടെ അൾട്ടിമേറ്റ് എയിം റെപ്രസെൻറ്റേഷനാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുന്നുണ്ട്. അതിന് അവർ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 75 വർഷമായിട്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് 100% ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം ഭരണഘടന ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷേ 1% രാഷ്ട്രീയാധികാരമുണ്ടോ? ഇത്രയധികം അധികാരം സംവരണവും പ്രാതിനിധ്യവും ലെജിസ്ലേറ്റീവ് ബോഡീസിൽ ഉൾപ്പെടെ 100% ജനസംഖ്യ എത്രയാണോ അത്ര തന്നെ പ്രാതിനിധ്യം ഉണ്ടായിട്ടും എന്തുകൊണ്ട് വേടനാക്രമിക്കപ്പെടുന്നു? എന്തുകൊണ്ട് നമ്മുടെ സമീപത്തുള്ള ബിന്ദു എന്ന ദളിത് യുവതി കള്ളക്കേസിൽ കുടുങ്ങി രാത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ കഴിയുന്നു? പക്ഷേ അതുകൊണ്ട് സംവരണവും റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന രാഷ്ട്രീയ അധികാരത്തിന് പകരമല്ല എന്ന യാഥാർത്ഥ്യം രാഷ്ട്രീയ അധികാരമില്ലാത്ത അയിത്തജാതികൾ തിരിച്ചറിയുക. അപ്പോൾ ആ രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു ഐക്യമാണ്, രാഷ്ട്രീയകാര്യത്തിന് വേണ്ടിയുള്ള ഒരു മുന്നണിയാണ് മുന്നണിയെക്കുറിച്ചാണ് നാം ആലോചിക്കേണ്ടത്. അതിന് നാം മാതൃകയാക്കേണ്ടത്, അക്കാര്യത്തിൽ അംബേദ്കർക്ക് വലുതായിട്ടൊന്നും പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന്, കാരണം അദ്ദേഹം നേരത്തെ മരിച്ചു പോയതുകൊണ്ട് അദ്ദേഹത്തിന് ഭാഗത്ത് നമുക്ക് വലിയ ഒരു ചരിത്രം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അതിന് നാം മാതൃകയാക്കേണ്ടത് കാഞ്ചിറാമിനെ തന്നെയാണ്. അദ്ദേഹം മുഴുവൻ ഈ സവർണ വിരുദ്ധ ശക്തികളും മൈനോറിറ്റീസും
അദ്ദേഹത്തിൻ്റെ യോജിപ്പിക്കുന്ന മാനദണ്ഡത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് പവർലെസ്നെസ്, ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ പവർ പൂർണ്ണമായുമില്ല. അപ്പം ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ പവറിൻ്റെ വിക്ടിംസ് എന്നുള്ള നിലയ്ക്കാണ് പുതിയ കാലഘട്ടത്തിൽ ഈ ദളിത് ബഹുജനങ്ങൾ ഒന്നിക്കേണ്ടത്. ഞങ്ങൾക്ക് ഇടക്കൊണ്ട് സമ്പത്തുള്ള ജാതികളുണ്ട്, സമ്പത്തിൽ ഇടത്തരമുള്ള ജാതികളുണ്ട്, ഇതൊക്കെയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഒരുപോലെ രാഷ്ട്രീയധികാരമില്ല. ഞങ്ങൾക്ക് ഒരുപോലെ രാഷ്ട്രീയധികാരത്തിൽ ഞങ്ങളെ പുറന്തള്ളിയിരിക്കുന്നു. അപ്പം ഈ ബോധമാണ് രാഷ്ട്രീയ അധികാരമില്ലായ്മ എന്ന ബോധത്തിൽ ഒന്നിക്കുകയും രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള പുതിയ രാഷ്ട്രീയ മുന്നണികളാണ്, അല്ല സംവരണ മുന്നണികളും ഈ പ്രാതിനിധ്യ മുന്നണികളും അല്ല നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. അതൊക്കെ വേണം. സംവരണം തന്നെ ഇപ്പോൾ സാമ്പത്തിക സംവരണത്തിനെതിരെ നമ്മൾ സമരം ചെയ്യണം. പക്ഷെ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പവറാണ്. ഇന്ത്യയിലെ 90% വരുന്ന ജനങ്ങളിലേക്ക് ഈ നാട് ഭരിക്കാൻ അധികാരം ഉള്ള ജനത നമ്മളാണ്. നമ്മൾ വേണമെങ്കിൽ ഇവിടുത്തെ സവർണർക്ക് സംവരണം കൊടുക്കും. അല്ലാതെ ഈ ന്യൂനപക്ഷം, കാരണം സംവരണത്തിൻ്റെ തന്നെ ഇന്ത്യയിലെ അതിൻ്റെ ഒരു പാരഡോക്സ് എന്ന് പറയുന്നത് ലോകത്തെല്ലാ രാജ്യങ്ങളിലും പല പല കാരണങ്ങളാൽ, ചരിത്രപരമായ കാരണങ്ങളാൽ പിന്നോക്കം നിന്ന് പോയ ആളുകൾക്ക് നിറത്തിൻ്റെയോ വംശത്തിൻ്റെയോ ഭാഷയുടെയോ ഒക്കെ പേരിൽ പിന്നോക്കമായപ്പോൾ ആളുകൾക്ക് ആ നാട്ടിലെ ഭൂരിപക്ഷം കൊടുക്കുന്ന ഒരു കോമ്പൻസേഷനാണ്, അഫർമേറ്റീവ് ആക്ഷനാണ് സംവരണം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു ന്യൂനപക്ഷം മഹാഭൂരിപക്ഷത്തിന് സംവരണം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയകാര്യത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ, ഒന്നിക്കുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ് ഞങ്ങൾക്ക് സംവരണം തരാൻ? ഞങ്ങൾ നിങ്ങൾക്ക് സംവരണം തരും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. കാരണം കഴിഞ്ഞ 3000 കൊല്ലമായി നിങ്ങൾ ഈ ഇവിടുത്തെ സമ്പത്തും അധികാരവും ഒക്കെ നിങ്ങളുടെ സ്വന്തമായി നിങ്ങൾ ഞങ്ങളിൽ നിന്ന് കൊള്ളയടിച്ചു. പക്ഷെ ഇത് ഇനിയും അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ അധികാരം നിഷേധിക്കപ്പെട്ട രാഷ്ട്രീയാധികാരത്തിന് പുറത്തു നിർത്തപ്പെടുന്ന ആളുകൾ രാഷ്ട്രീയാധികാരങ്ങളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയമായ മുന്നണികളും സംഘടനകളുമാണ് നാം ഏറ്റവും അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഉണ്ടാക്കേണ്ടത്.